ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഹാഫ് ഡേ, അതായത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഒരു ദിവസമാണ്. രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ക്ലീനിങ്ങോട് കൂടിയിട്ടാണ്. നമ്മൾ മിറ്റടിച്ചോരി ഒക്കെ അടിച്ചോരി തുടച്ചു. അങ്ങനെ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞപ്പോഴത്തെ ഒരു ഫീലിംഗാണ്. അപ്പോൾ അത് വയ്ക്കുന്നു. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ വിളക്ക് കൊളുത്തി. ഇവിടെ 2 നേരം വിളക്ക് വയ്ക്കും, രാവിലെയും വൈകിട്ടും വയ്ക്കും. അച്ഛനാണ് വിളക്ക് വയ്ക്കുക രാവിലെ. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി. കട്ടൻ ചായയാണ് രാവിലെ. ഞാനും അച്ഛനും അമ്മയാണ് കഴിക്കുന്നത്, അമ്മയില്ല. അപ്പോൾ എനിക്കും അച്ഛനും വേണ്ടി മാത്രം ചായ മതി. പിന്നെ ഇന്ന് വെള്ളപ്പവും ചെറുപയർ കറിയാണ്. അപ്പം അത് ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ ചെറുപയറിട്ട് ഞാൻ പിന്നെ അങ്ങനെ വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് അച്ഛൻ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അരിക്ക് വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് കൈപൊള്ളി. പിന്നെ ഞാൻ കറിക്കുള്ള നാളികേരം അരച്ച് കറി വറവിട്ടു. വെള്ളപ്പച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ വറവിട്ടത്. പിന്നെ അതിന് വേറെ എക്സ്ട്രാ പാത്രം എടുക്കണ്ടല്ലോ. പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ്. ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ. എന്നാലും ഉണ്ടാവും അത്യാവശ്യം പാത്രം കഴുകാൻ ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കറി വറവിടൽ. അത് കഴിഞ്ഞിട്ട് വെള്ളപ്പം സെറ്റാക്കാം. ഇവിടെ ഞാൻ വെള്ളപ്പത്തിന് സാധാരണ നമ്മൾ മാവാട്ടുമ്പോൾ നാളികേരം, കുറച്ച് ചോറും അതുപോലെ പപ്പടമൊക്കെ ചേർത്ത്, പിന്നെ രാവിലെ നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർക്കൂട്ടാ. എന്നാലും വെള്ളപ്പം കറക്റ്റായിട്ട് കിട്ടാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യമൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് വെള്ളപ്പം ഇങ്ങനെ വലിയൊരു പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല, എന്തൊക്കെ ചെയ്തിട്ടും. ഇന്നത്തെ വെള്ളപ്പം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയത്, പക്ഷെ നടന്നില്ല, ഫ്ലോപ്പായി. കണ്ടില്ലേ, ഇതാണ് വെള്ളപ്പത്തിൻ്റെ അവസ്ഥ. എന്നാലും സാരമില്ല, ഉണ്ടാക്കി തീർത്തു. പിന്നെ അപ്പോഴത്തേക്കും നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അരിയിട്ട് സെറ്റാക്കാൻ നിന്ന്. നമ്മൾ പുറത്താണ് കൂടുതലും കുക്ക് ചെയ്യുക. രാവിലത്തെ മാത്രം അകത്തും, ബാക്കി എല്ലാത്തും നമ്മൾ പുറത്തടുപ്പത്താണ് ചെയ്യാം. പിന്നെ അരി ഇട്ടതിന് ശേഷം ഞാൻ വന്ന് നോക്കി, റൂമിലേക്ക് വന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അതിന് നല്ല ഉറക്കമാണെന്ന്, നല്ല ലേറ്റായിട്ടാണ് അതിനും എണീറ്റത്. അങ്ങനെ ഞാൻ അവനെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ പോയി കുളിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും അരി കുറച്ച് നിന്നുണ്ടായിരുന്നു. പിന്നെയും അത് കത്തിച്ച്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കാത്ത കാരണം കെടുകയാണ്. പിന്നെ ഞാൻ വല്ലാണ്ട് ലേറ്റ് ആക്കിയില്ല. അവനെ എണീപ്പിച്ചിട്ട് സെറ്റാക്കണ്ട, അപ്പോൾ അവനെ എണീപ്പിക്കാൻ നിന്ന്. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടാണ് ആൾ എണീറ്റത്. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ വാശിയായിരിക്കും എന്ന് വിചാരിച്ച പോലെയൊന്നും ഉണ്ടായില്ല. ആൾ സൂപ്പറായിരുന്നു ചിരിച്ചിട്ട് എണീറ്റത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്ന് ചായ കുടിച്ചു. നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9:30 ആയി ചായ കുടിക്കായിരുന്നു. അപ്പം അപ്പുറത്ത് നിന്നിട്ട് ഏട്ടനും അതിനും കൂടിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഏട്ടൻ ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ്. ഈ ചായ കുടിക്കുന്ന വരെ ഞാൻ അവനെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഏട്ടന് ലേറ്റ് ആയ കാരണം പിന്നെ ഏട്ടൻ അവനെ അവിടെ എത്തിയിട്ട് പോയി. അവൻ ഒറ്റയ്ക്ക് തന്നെ ബ്രഷ് ചെയ്യും, പക്ഷേ കുറേ ടൈം എടുക്കും. കുറേ വല്ലാത്തൊരു ബ്രഷിങ് ആവും. എന്നാലും അവൻ ഒറ്റയ്ക്ക് അവൻ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതലും അവന് ഒറ്റയ്ക്ക് ചെയ്തോട്ടേ എന്ന് വിചാരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ അതിൻ്റെ ഇടയിൽ പോയി. പിന്നെ അവന് ബ്രഷൊക്കെ ചെയ്ത് ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഫുഡ് കൊടുത്തു. കഴിക്കാൻ ഭയങ്കര വശിയാണ്. കുറേ നേരം മെനക്കെട്ടാലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനൊന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കിച്ചണിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളാണ് മെയിനായിട്ട്. ഇത് കണ്ട, ഈ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകാം. അങ്ങനെ ഓരോന്നായിട്ട് കഴുകും. നമ്മൾ എത്ര കുറച്ചെടുത്താലും എങ്ങനെയാണ് എന്താണെന്നറിയില്ല, എന്നാലും പാത്രങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴുകാനുണ്ടാവും. എന്നാലും അധികം ഇല്ല, എന്നാലും ഉണ്ടേനും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി രാവിലത്തെ ഒരു പണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാതും കഴിയും. നമ്മൾ ഉച്ചയ്ക്കെടുത്ത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. മീനൊക്കെ അച്ഛനാണ് മീൻ കൊണ്ടുവരിക. അച്ഛപ്പത്തേക്കും മീൻ കൊണ്ട് ചില ദിവസങ്ങളിലാണ് ലേറ്റ് ആവുക. കാരണം അച്ഛൻ വരുമ്പോൾ ലേറ്റായി നമ്മുടെ പണികളും കഴിയും, ലേറ്റും മീൻ കിട്ടാൻ ലേറ്റായി കഴിഞ്ഞാൽ. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പാണിത്. ഇന്ന് അത്യാവശ്യം ഡ്രസ്സ് കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് സെക്കൻഡ് ട്രിപ്പ് ഇട്ടു. അപ്പോൾ ഇന്ന് ഈ ഒരു മീനാണ്, എന്താ ഐക്കുറ അനന്തൊട്ടയാണ് ഈ മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ മീൻ നന്നാക്കാതിരിക്കുന്നത്. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നൈസായിരുന്നു. എനിക്ക് കത്തി തീരെ പറ്റില്ല, കത്രികയാണ് ഓക്കെ ആവുക. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ടാണ് കൂടുതൽ മീൻ നന്നാക്കൽ. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനുണ്ട്, കറി വയ്ക്കുന്നുണ്ട്. കറി വയ്ക്കുന്നത് നമ്മൾ വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കുക. ഇങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ മീൻ നന്നാക്കുന്നത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഞാനിതുമ്പോൾ കുറേ നേരം എന്താ പറയുക മെനക്കെട്ടിരിക്കുന്നു മീൻ നന്നാക്കിയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെയ്തിട്ടറിയാത്ത കാരണം പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ഭയങ്കര സ്ലിപ്പായി പോകുമായിരുന്നു. പക്ഷേ എന്നാലും വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ വറുത്തരച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. വറുത്തരച്ച് വെക്കാമെന്ന് തോന്നി.
വറുത്തരയ്ക്കാൻ ഞാൻ നമ്മൾ ഓണത്തിന് സാമ്പാറിന് വേണ്ടിയിട്ട് നാളികേരം വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടിനും മീൻസ് വെജ് കറി മീൻ കറിക്കും സാമ്പാറിനും കൂടി എടുക്കാൻ പറ്റിയ രീതിയിലാണ് അന്ന് നാളികേരം വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുള്ള കാരണം അത് അരച്ചിട്ട് അങ്ങനെ വെക്കുക ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ ഇതപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാ മീനും വറുത്തരച്ച മീനൊക്കെ വയ്ക്കുക. പച്ച അരച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നാളികേരം വറുക്കാതെ വെക്കും. പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് നമ്മൾ വറുക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ടാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീരും ഇട്ട് ലാസ്റ്റാണ് പിന്നെ അതിൻ്റെ കുരു കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, നാരങ്ങ ഇങ്ങനെയാണല്ലോ പിഴിഞ്ഞത് എന്നുള്ളത്. സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിങ്ങനെ മസാലയൊക്കെ ചേർത്തു. പിന്നെ അപ്പോഴത്തേക്കും ഇതൊരു 11 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഒരു ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ ഇന്ന് അധികം നമുക്ക് ഭക്ഷണം വേണ്ട, കാരണം ഇന്നൊരു കല്യാണമുള്ള കാരണം ഏട്ടനും ശ്രീജും കല്യാണത്തിന് പോയിട്ട് ഫുഡ് കഴിച്ച്. പിന്നെ നമുക്കേ വേണ്ടിയുള്ളൂ. പിന്നെ അമ്മയില്ല, അമ്മ രാത്രി വരുള്ളൂ. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. ഞാൻ മിക്സഡ് ജാറിലാണ് ബീട്രൂട്ട് ഒന്ന് ഇതാക്കിയിരുന്നത്. അപ്പോൾ അരിയേണ്ട പണി നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ. അങ്ങനെ സാധാരണ നമ്മുടെ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുത്ത് ആ ചീഞ്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറിക്കുള്ള ഉള്ളിയും വറുത്തെടുത്തത്. വേപ്പിൻ്റെ ഇല്ലാത്ത കാരണമാണ് നമ്മളിതിലൊന്നും വേപ്പിൻ്റെ യൂസ് ചെയ്യാത്തത്. വേപ്പിൻ്റെ ഇല ഓണത്തിൻ്റെ അന്നത്തോടു കൂടി തീർന്നു. പിന്നെ ഇതാണ് നമ്മൾ കറി. അങ്ങനെ ആ ചീഞ്ചട്ടിയിൽ തന്നെ സെയിം പാത്രത്തിൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് പാത്രങ്ങൾ ഒരുപാട് എടുക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉള്ള പാത്രത്തിൽ തന്നെ കുറച്ച് ഇതാക്കും. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ മീൻ ഓരോന്നാഴ്ചയായിട്ട് നമ്മൾ വറുത്തെടുത്ത് നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മീൻ. നല്ല എന്താ പറയുക, കുഴപ്പമില്ല. പിന്നെ ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ മീൻ വറുക്കാൻ ഞാൻ അവിടെ വെച്ച ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്യാനും നിന്ന്. അപ്പോൾ നമ്മൾ പണികൾ വേഗം കഴിയുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ക്ലീൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത്ര പണി ഉണ്ടാവില്ല. അപ്പോൾ ക്ലീനിങ് ഒക്കെ അങ്ങനെ സൈഡിൽ കൂടെ നടന്ന് ഫുഡൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് വൈനുവിന് ഫുഡ് കൊടുക്കാൻ ഫസ്റ്റ് ഇരുന്നു. പക്ഷേ തീരെ കഴിക്കുന്നില്ല, ഒരു 2-3 വട്ടം കഴിച്ചു, അത്രയേ ഉള്ളൂ. അതൊരു കുഞ്ഞേത്, പിന്നെ കഴിക്കുന്നേ ഇല്ല. പിന്നെ അവൻ വാശിയായി. പിന്നെ ഞാൻ ആ പ്ലേറ്റിൽ ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ആഫ്റ്റർ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.